നമ്മൾ തേൻപാറയുടെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് തേനീച്ചക്കുടുകൾ കാണുന്ന തേൻ ഒരുപാടാവുന്ന സമയത്ത് ഇവിടെ തേൻ ഒലിച്ചിറങ്ങിയൊക്കെ വരുമെന്നാണ് പറയുന്നത്. കാന്തല്ലൂരിലെ തേൻപാറ. ഇതിന്റെ പടം എടുക്കുന്നില്ലേ? ഇതുകൊണ്ട് അതും ഏർനാടോ ഇല്ലേ? നമുക്ക് ആ വ്യൂ പോയിന്റിലോട്ട് പോയിട്ടാ. ചേട്ടന്റെ സ്ഥലമാണ്. ചേട്ടന്റെ പേരെന്താണ്? ചേട്ടന്റെ ഇവിടെ തന്നെയാണോ അതോ വർക്ക്? ഇത് എത്ര എല്ലാം എങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്തല്ലേ, അതിന് ശേഷമാണ് ഈ സ്ഥലം നന്നായിട്ട് ഡെവലപ്പ് ആയത്. അന്നേ നിങ്ങള് മോഹൻലാൽ സാറിനെ പാത്താച്ചാ? എവിടെയാ ഇവരൊക്കെ നോക്കിയായിരുന്നു? എനിക്ക് കണ്ടില്ല, ഞാൻ ആ സമയം വന്നില്ലല്ലേ. 2 മാസം ഉള്ളു. അത് പണിഞ്ഞത് നിങ്ങളാണോ? ഭ്രമരത്തിന്റെ ആ ഷെഡ് പണിഞ്ഞത് നിങ്ങളാണോ? ഓക്കെ ഓക്കെ സൂപ്പർ. ഓക്കെ ഓക്കെ. ഇത് നിങ്ങളാണോ പണിഞ്ഞത്? ഇതെങ്ങനെ, ഇത് എന്തുകൊണ്ടാണ് പണിഞ്ഞിരിക്കുന്നത്? ഇതെങ്ങനെയാണ് പണിഞ്ഞിരിക്കുന്നത്? ഷെഡ് വെട്ടിക്കൊണ്ട് വന്ന് പുല്ല് വെട്ടി മേഞ്ഞ്. ഓക്കെ ഓക്കെ. 2 കൊല്ലത്തിന് ഒരു തവണ മേഞ്ഞു വിടും. 2 കൊല്ലം. അകത്തോളം കമ്പം മാറ്റാറല്ല, ഈ മുകളിലുള്ള കമ്പം പുല്ല് മാത്രം ഈ പുകടിച്ച കാലാകാലത്തിന് കിടക്കും. ഓക്കെ. ഇവിടെ ഇപ്പൊ നിങ്ങൾ ടൂറിസ്റ്റ് വരുന്നുണ്ട്, നിങ്ങളുടെ സാധനങ്ങളൊക്കെ വിറ്റ് പോകുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു വരുമാനം മാർഗമുണ്ടല്ലോ. നല്ലത്. കൂടുതൽ ആളുകൾ വന്നാൽ നിങ്ങൾക്ക് നല്ല ഇതാണ്. ഇപ്പൊ എങ്ങനെയാണ് ടൂറിസ്റ്റുകളൊക്കെ വരണ്ടോ? ഞങ്ങളെ തൈലം മാറ്റി ടൗണിലോട്ട് കൊടുത്താല് അരിവെപ്പൊക്കെ മേടിച്ച് പൈസ കിട്ടി പൈസ മേടിച്ച് അരിവെപ്പൊക്കെ മേടിച്ച് വരുന്നത്. ഇപ്പൊ പിന്നെ ഇവിടെ തന്നെ സെയിൽസ് ആക്കുന്നു. നല്ല സെയിൽസ് ഉണ്ട്, മേടിച്ചോണ്ട് പോകുന്നുണ്ട്. എല്ലാവരും നല്ല സാധനങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇതാണ് കാന്തല്ലൂരിലെ ഭ്രമരം വ്യൂ പോയിന്റ്. ഇവിടെയാണ് ഭ്രമരം സിനിമയിലെ ലാലേട്ടൻ്റെ വീടൊക്കെ നിർമ്മിച്ചതെന്നാണ് ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറയുന്നത്. അതൊക്കെ ഇപ്പോൾ ഇല്ല. ഈ ഏരിയയിലാണ് ഭ്രമരത്തിൻ്റെ ഷൂട്ടൊക്കെ നടന്നതെന്നാണ് പറയുന്നത്. വളരെ മനോഹരമായ സ്ഥലം. എനിക്ക് തോന്നുന്നു ആ ഭ്രമരം ഷൂട്ട് ചെയ്തതിന് ശേഷം ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന പറഞ്ഞ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. വളരെ പോപ്പുലറാണ്. ഒരുപാട് സഞ്ചാരികൾ വരുന്നത്. ഇവിടെ അടിപൊളി മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് രാവിലെയും വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത്. രാവിലെ വരുന്ന ഒരു ലൈറ്റല്ല ഈവനിങ് ടൈമിൽ വരുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അടിപൊളി സ്ഥലമാണിത് കേട്ടോ. അപ്പോൾ അതാ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് വരുന്ന ജീപ്പുകളൊക്കെ ഇടുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഇന്ത്യയാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കും. ജീപ്പുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് മറ്റൊരു ജീപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാന്തല്ലൂരിലെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇത് വേനൽക്കാലമാണ്, വെള്ളം കുറച്ച് കുറവാണ്. പക്ഷേ മഴക്കാലത്ത് വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമായിരിക്കും ഇത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്താണ്? കച്ചാർ വെള്ളച്ചാട്ടം അല്ലേ? കാന്തല്ലൂരിലെ കച്ചാർ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അതാ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കുക. അപ്പോൾ പാറമൂളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ കാന്തല്ലൂർ വരുവാണെങ്കിൽ ഓഫ് റോഡ് ജീപ്പ് എടുത്ത് തന്നെ വരണം. എന്നാലേ നമുക്ക് കാന്തല്ലൂർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്.